ഒരു ഭാഗത്ത് റഷ്യയെ തകർക്കാനായി അമേരിക്കയുടെയും നാറ്റോയുടെയും പടയൊരുക്കം. റഷ്യക്കെതിരെ ഡ്രോൺ മതിൽ തീർത്തുകൊണ്ടാണ് നാറ്റോ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. റഷ്യയെ ഇന്ത്യ പിന്തുണയ്ക്കുന്നതിൽ നാറ്റോയ്ക്കും അമേരിക്കയ്ക്കും വലിയ രീതിയിലുള്ള എതിർപ്പ്. റഷ്യയിൽ നിന്നും എണ്ണ ഇന്ത്യ മേടിക്കരുത് എന്ന് നാറ്റോയും അമേരിക്കയും പറയുന്നു. എന്നാൽ മറുഭാഗത്ത് റഷ്യ തകരുന്നതിൽ അമേരിക്കയും നാറ്റോയും വലിയ ആശങ്കയും പ്രകടിപ്പിക്കുന്നു. ഇതെന്ത് കൂത്താണെന്ന് നമ്മുടെ നാട്ടുകാർക്ക് ചിലപ്പോൾ തോന്നിയേക്കും. പക്ഷേ സത്യം എന്ന് പറയുന്നത് അതാണ്. റഷ്യ വലിയ തോതിൽ ഇടിയുന്നു എന്നുള്ളത് ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളെ മുഴുവൻ പരിഭ്രാന്തിയിലാക്കിയിരിക്കുകയാണ്. കാരണം റഷ്യയിലെ സകല എണ്ണയും യൂറോപ്പിലേക്ക് എത്തിയില്ലെങ്കിൽ യൂറോപ്പ് തകർന്ന് തരിപ്പണമാകുമെന്ന് ആദ്യം തന്നെ പറയുന്നതാണ്. യൂറോപ്പ് പട്ടിണിയിലാകും. ആ ഒരു സാഹചര്യത്തിലൂടെ യൂറോപ്പ് കടന്നു പോകേണ്ടി വരും. ഇന്ത്യ ചെയ്യുന്നത് എന്താണ്? ഇന്ത്യ റഷ്യയിൽ നിന്നും എണ്ണ മേടിച്ച് ആ എണ്ണ കൊടുക്കുന്നത് യൂറോപ്പിനാണ്. അത് സംസ്കരിച്ച് യൂറോപ്പിലേക്ക് ഇന്ത്യ വിൽക്കുന്നു. ഇതാണ് ഇന്ത്യയുടെ പദ്ധതി അല്ലെങ്കിൽ ഇന്ത്യയുടെ പരിപാടി എന്ന് പറയുന്നത്. ആ ഇന്ത്യയോടാണ് യൂറോപ്പ് പറയുന്നത് റഷ്യയിൽ നിന്നും എണ്ണ മേടിക്കുന്നത്. ഇപ്പോഴിതാ യൂറോപ്യൻ നേതാക്കൾ മുഴുവൻ നെഞ്ചത്തടിയും നിലവിളിയും തുടങ്ങിയിരിക്കുകയാണ്. റഷ്യ യുക്രൈനെതിരെ വിജയിച്ചാൽ യൂറോപ്പിൻ്റെ അവസാനമാകുമെന്നും ഇപ്പോൾ നാറ്റോ രാജ്യങ്ങൾ ഭയപ്പെടുന്നുണ്ട്. അത് വേറൊരു വശം. കാരണം റഷ്യൻ സൈന്യത്തിൻ്റെ മനോവീര്യം യുക്രൈനെ പിന്തുണയ്ക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളുടെ മനോവീര്യത്തെക്കാൾ പല മടങ്ങ് കൂടുതലാണ്. ഇപ്പോഴിതാ റഷ്യയെ എപ്പോഴും എതിർക്കുന്ന പോളണ്ടിൻ്റെ പ്രധാനമന്ത്രി ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. എന്തായാലും വ്യാഴാഴ്ച കോപ്പൻഹേഗനിൽ നടന്ന യൂറോപ്യൻ രാജ്യങ്ങളുടെ ഉച്ചകോടിയിൽ പോളിഷ് പ്രധാനമന്ത്രി ഡൊണാൾഡ് ടസ്ക് പറഞ്ഞത് റഷ്യ ഏറ്റവും വലിയ വിജയം അതിൻ്റെ മാനസികാവസ്ഥയിൽ നിന്നാണ് എന്നുള്ളതാണ്. അതായത് റഷ്യയുടെ മാനസികാവസ്ഥ, അതിൽ നിന്നാണ് റഷ്യയ്ക്ക് വിജയമുണ്ടാകുന്നത്. അവർ അവരുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും നന്നായി ഉപയോഗിക്കുന്നു. റഷ്യൻ സൈന്യം നാറ്റോയേക്കാൾ പല മടങ്ങ് ശക്തമാണ്. യൂറോപ്യൻ രാഷ്ട്രീയ കമ്മ്യൂണിറ്റി ഉച്ചകോടിയുടെ യോഗത്തിൽ റഷ്യൻ സൈന്യത്തിന് മുന്നിൽ യൂറോപ്യൻ രാജ്യങ്ങളുടെ മനോവീര്യം ദുർബലമാകുകയാണ് എന്നാണ് ടസ്ക് പറഞ്ഞിരിക്കുന്നത്. അവർ യുദ്ധം ചെയ്യാൻ തയ്യാറാണെന്ന് ഞാൻ പറയണം. അവർ എപ്പോഴും ത്യാഗങ്ങൾ ചെയ്യാൻ തയ്യാറാണ്. ഏത് സാഹചര്യത്തെയും നേരിടാൻ തയ്യാറാണ്. മനഃശാസ്ത്രപരമായി റഷ്യ യുക്രൈനെതിരെ വിജയിക്കാൻ സാധ്യതയുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ റഷ്യയുടെ നേതൃത്വം ശക്തവും നിർണായകവുമാണ്. യൂറോപ്യൻ രാജ്യങ്ങൾ ഏത് തീരുമാനവും എടുക്കാൻ വൈകിപ്പിക്കുകയും പലപ്പോഴും തെറ്റായ തീരുമാനമെടുക്കുകയും ചെയ്യാം. ഈ കാര്യത്തിൽ റഷ്യ എപ്പോഴും കൃത്യതയുള്ളവരാണ്. റഷ്യ യുക്രൈനെ പരാജയപ്പെടുത്തിയാൽ അത് കിഴക്കൻ യൂറോപ്പിലേക്ക് നീങ്ങും. അതായത് കിഴക്കൻ യൂറോപ്പിലേക്കാണ് റഷ്യ അടുത്തതായിട്ട് നീങ്ങാൻ പോകുന്നത് എന്നിപ്പോൾ ടസ്ക് പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും റഷ്യ രണ്ട് തരത്തിൽ റഷ്യയുടെ ആശങ്കകൾ ഇവർക്കുണ്ട്. ഒന്ന്, റഷ്യ യുക്രൈനിൽ യുദ്ധം ജയിക്കുന്നത്. രണ്ട്, റഷ്യ തകർന്ന് തരിപ്പണമാകുന്നത്. രണ്ടും ഇവർക്ക് വലിയ പണിയാകുമെന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.